നമസ്കാരം. AICC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഇന്ന് നടന്ന LGS പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വരുന്ന പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണുന്നത് നന്നായിരിക്കും. ഓക്കെ, അതിനുമ്പൊരു കാര്യം കൂടെ, ഇതേവരെ 2025-26 പ്രിലിംസിൻ്റെ അതേ സിലബസിൽ നടന്ന മറ്റു പരീക്ഷകളുടെ എല്ലാം കൂടെ ഫുൾ വീഡിയോ, ഇതേവരെ ചെയ്ത എല്ലാം കൂടെ ഒറ്റ വീഡിയോയിലാക്കി നമ്മൾ ഉടനെ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. ഓക്കെ, ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 - 2 + 3 - 4 + 5 - 6 എക്സെട്ര ടു 99 - 100 എത്ര എന്നാ ചോദ്യം. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഈ 1 - 2 നമുക്ക് തൽക്കാലം ചെയ്യാം. ഈ 1 തൊട്ട് 100 വരെ മൊത്തം 50 സംഖ്യകളുണ്ട്. 1 തൊട്ട് 100 വരെ മൊത്തം 100 സംഖ്യകളുണ്ട്, ശരിയല്ലേ? 1 തൊട്ട് 100 വരെ 100 സംഖ്യകളുണ്ട്. അപ്പൊ 2 എണ്ണം വെച്ച് പെയർ ചെയ്യുകയാണെങ്കിൽ 50 എണ്ണം ഉള്ളത്. ഓക്കെ, 2 എണ്ണം വെച്ച് പെയർ ചെയ്യുകയാണെങ്കിൽ 50 എണ്ണം ഉള്ളത്. ഓക്കെ, 1 തൊട്ട് 100 വരെ 100 സംഖ്യകളുണ്ട്. നമ്മൾ 2 എണ്ണം വെച്ച് പെയർ ചെയ്തെടുത്താൽ പിന്നെ 50 സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. 1 - 2 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ -1. ഓക്കെ, 3 - 4 എന്ന് പറഞ്ഞാൽ -1. 5 - 6 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ -1. അങ്ങനെ 2 എണ്ണം വെച്ച് പെയർ ചെയ്ത് പോപ്പം 99 ഇങ്ങനെ പോവാണേ, മൈനസ് ഇട്ടിട്ട് പോയി 99 - 100 എന്ന് പറഞ്ഞാലും -1. ഓക്കെ, അപ്പൊ -1 എക്സെട്ര ടു -1 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം വെച്ച് ഞാൻ പെയർ ചെയ്തേക്കുക. മൊത്തം 100 എണ്ണമായിരുന്നു. അപ്പൊ 2 എണ്ണം വെച്ച് പെയർ ചെയ്തപ്പോഴേ എനിക്ക് ഇത് ഓരോ സംഖ്യകളും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് 50 ആയിട്ട് മാറിയിട്ടുണ്ടാവും. 50 എണ്ണം ഉണ്ട്, ഇത് 50 എണ്ണം. ഓക്കെ, 50 - 1 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ -50 ആവത്തില്ലേ? -1 - 1 എന്ന് പറഞ്ഞാൽ -2 ആ. -1 - 1 എന്ന് പറഞ്ഞാൽ -3 ആ. 3 -1 കാൽക്കുലേറ്റ് ചെയ്യപ്പോൾ -3 കിട്ടും. അപ്പൊ 50 - 1 കാൽക്കുലേറ്റ് ചെയ്യപ്പോൾ -50 കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങിയാൽ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, 2, 6, 12, 20, 30 ഡാഷ് വിട്ടുപോയ സംഖ്യ ഏത്? ഓക്കെ, അപ്പൊ നമുക്ക് വിട്ടുപോയ സംഖ്യ കണ്ടെത്താൻ ശ്രേണിയാണ്. 2 6 ആയി, എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു 4 കൂടി. 6 12 ആയി, എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു 6 കൂടി. 12 20 ആയി, എന്ത് സംഭവിച്ച് 8 കൂടി. 20 30 ആയി, എന്ത് സംഭവിച്ച് 10 കൂടി. 20 + 10 ആണല്ലോ 30. 4 6 8 10. ഇനി സ്വാഭാവികമായിട്ടും അടുത്തത് 12 ആണ് കൂടേണ്ടത്. അപ്പൊ 30 + 12 42 എന്ന് വരും. അപ്പൊ 42 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, 8 12 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ, ഇവ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവ കൊണ്ട് ഭാഗിക്കേണ്ട ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. അത് LCM ആണ്. ആ LCMനോടൊപ്പം നമുക്ക് വേണ്ടുന്ന ശിഷ്ടം അങ്ങ് ആഡ് ചെയ്താൽ മതി. ഇതാ ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, നമ്മൾ ആദ്യം ഈ സംഖ്യയുടെ LCM കണ്ടെത്തണം. 8 12 15ന്റെ LCM നമുക്കൊന്ന് കണ്ടെത്താം. 8 12 15ന്റെ LCM ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ 8 കൊണ്ടും 12 കൊണ്ടും 15 കൊണ്ടും ഓപ്ഷനെ ഹരിച്ചു നോക്കിയാൽ മതി. അപ്പൊ ശിഷ്ടം 5 വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കി തീരുന്ന പ്രശ്നമേ ഉള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ 8 12 15 ഇവ കൊണ്ട് നമുക്ക് ഹരിക്കാം. നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ 4 6 15നെ പറ്റത്തില്ല, താഴോട്ട് വെക്കാം. വീണ്ടും നിങ്ങൾക്ക് 2 കൊണ്ട് ഹരിക്കാം. 4നെ 2 കൊണ്ട് ഹരിച്ച 2, 6നെ പറ്റും 3, 15നെ പറ്റത്തില്ല, താഴോട്ട് വെക്കാം. പിന്നെ 2 കൊണ്ട് പറ്റത്തില്ല, പക്ഷെ 3 കൊണ്ട് പറ്റും. 2നെ പറ്റത്തില്ല, താഴോട്ട് വെച്ച്. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1, 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5. ഇനി വട്ടം കിടക്കുന്ന മൾട്ടിപ്ലൈ ഇപ്പോൾ LCM. അപ്പൊ നമുക്ക് LCM കിട്ടി. 2 × 5 10, 2 × 2 4 × 3 12, 12 × 10 120. ഓക്കെ, അപ്പൊ ഇവ കൊണ്ട് ഹരിക്കാം. ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ചെറിയ ആളാണ് ഈ 120. ഈ 120നോടൊപ്പം ഇനി എന്ത് ചേർന്നാലും ശിഷ്ടമാണ്. എനിക്ക് വേണ്ടുന്ന ശിഷ്ടം 5 ആണ്. അപ്പൊ അതും കൂടെ ആഡ് ചെയ്യുക. 125 ഉത്തരം. ഓക്കെ, ഓപ്ഷനിൽ തപ്പുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 91 മീറ്ററും 117 മീറ്റർ നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിന്റെയും പരമാവധി നീളം എത്ര? ഓക്കെ, അതായത് ഇതിനെ നമുക്ക് തുല്യ അളവിൽ മുറിച്ചിടണം. എല്ലാത്തിനും ഒരേ അളവായിരിക്കണം. ഓക്കെ, ഇച്ചിരി പോലും ബാലൻസ് വരല് ഒരേ അളവായിരിക്കണം. അങ്ങനെ മുറിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അളവാ ചോദ്യം.
അപ്പൊ അതെന്ത് കണ്ടുപിടിച്ചാൽ മതി? HCF കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് 91ന്റെ 117ന്റെ HCF, 91ന്റെ 117ന്റെ HCF കേട്ടോ. ഇതിനെ രണ്ടിനെ ഹരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം, ഈ 91 നിങ്ങൾ GK കാണാൻ പഠിക്കുന്നവണെങ്കിൽ പഠിക്കണം കേട്ടോ. 91 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 7 × 13. ഒരു ഇരിക്കട്ടെ, നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഉപയോഗപ്രദമായ കാര്യമാണ്. അതായത് ഈ 91 എന്ന് പറഞ്ഞാൽ 7 × 13. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയാമെങ്കിൽ ഓക്കെ, അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെച്ചോ. 91 എന്ന് പറഞ്ഞാൽ 7 × 13. എന്ന് വെച്ചാൽ 91നെ ഹരിക്കാൻ കഴിയുന്നത് 7 കൊണ്ടും 13 കൊണ്ടും മാത്രമാണ്. അപ്പൊ ഈ 117നെ ഇനി 7 കൊണ്ടോ 13 കൊണ്ടോ ഹരിക്കാൻ പറ്റുമോ എന്ന് അറിയണം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇത് പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ എപ്പോഴും ഞാൻ പറയാറുള്ള സാധനമാണ്. 91നെ 7 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കണം. നിങ്ങളോട് ഞാൻ എന്താ ഇപ്പൊ പറയുന്നു, 91നെ 7 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കുക. പല സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ 91 117, ഇതിനെ 7 കൊണ്ട് 13 കൊണ്ട് ഹരിക്കാം. അപ്പം 13 × 7 91 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 117ന് എനിക്ക് 7 കൊണ്ടോ 13 കൊണ്ടോ ഏതെങ്കിലും കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇതിനകത്ത് ആൾറെഡി ഓപ്ഷൻ പ്രകാരം 13 ഉണ്ട്. അപ്പൊ 13 കൊണ്ട് 117നെ ഹരിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് 13ന്റെ ഏതെങ്കിലും ഒരു ഗുണിതമാണോ 117? 3നെ എന്തെങ്കിലും കൊണ്ട് ഗുണിച്ചാൽ 7ൽ അവസാനിക്കുന്ന ആളെ കിട്ടുമോ? 9 ഇട്ട് നോക്കാം. 9 × 3 27, 2 9 9 9 2 11. എന്നുവെച്ചാൽ ഈ 113നകത്ത് 13ന്റെ ഫാക്ടർ ഉണ്ട്, 91നകത്തും ഉണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെ നമുക്ക് 13 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 91നെ 13 കൊണ്ട് ഹരിച്ചാൽ 7 എന്നും, 117നെ 13 കൊണ്ട് ഹരിച്ചാൽ 117നെ 13 കൊണ്ട് ഹരിച്ചാൽ 9 എന്നും കിട്ടും. ഇനി 7നെ 9നെ ഹരിക്കാരേലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഹരിച്ച സംഖ്യയിൽ മാത്രം ഗുണിക്കുന്നതാണ് HCF. ഇവിടെ ഗുണിക്കാൻ ആരുമില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഹരിച്ച സംഖ്യ മാത്രം എടുക്കുക, 13. അതായത് 13 മീറ്റർ വെച്ച് മുറിക്കുവാണെങ്കിൽ ഇതിന് രണ്ടിനും ഒരേ നീളത്തിലുള്ള കുറെ കഷ്ണങ്ങളായിട്ട് അവിടെ അവശേഷിക്കപ്പെടും. അപ്പൊ ഉത്തരം 13 മീറ്റർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. അഞ്ചാമത്തെ ചോദ്യം, 3/5, 5/8, 2/3. ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമം, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ 3/5, 5/8 സൈഡ് ഇട്ട് ഹരിച്ചാലും മതി കേട്ടോ, ഒന്നും പേടിക്കണ്ട. സൈഡ് ഇട്ടോട്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ മറ്റൊരു വഴി 2 0 വെച്ച് കൊടുക്കുക എല്ലാ സ്ഥലത്തും. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇട്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. 30ൽ എത്ര? 5 അടങ്ങും, 6. 6 5 30, പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല. അപ്പൊ ഈ 0 ഇവിടെ വരും, 60. 300നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60. സൈഡ് ഇട്ട് ഹരിച്ചു നോക്കിയാലും മതിയേ. 2 0 വെച്ച് ഹരിച്ചു നോക്കിയാൽ ഡെസിമൽ വരത്തില്ല, അപ്പൊ അത് കുറച്ച് റിസ്ക് ഇല്ലാതെ അങ്ങ് പോകും. 50നകത്ത് എത്ര 8 ഉണ്ട്? 6 ആണ്. അപ്പൊ 6 8 48. 6 8 ഇത് രണ്ടും കൂടെ ഗുണിക്കുക, 48. അപ്പൊ 48 കഴിഞ്ഞ് 50ലോട്ട് വരാൻ ഇനി എത്ര ദൂരം കൂടെ ഉണ്ട്? 48 കഴിഞ്ഞ് 49 50, രണ്ടും കൂടെ ഉണ്ട് 2. എന്നിട്ട് ഈ 0 കൂടെ ഇടുക, 20. 20നകത്ത് എത്ര 8 ഉണ്ട്? 2, 62. അത്ര എഴുതി വെക്കുക, 2 എണ്ണം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ 500നെ 8 കൊണ്ട് ഹരിക്കുക, ഡെസിമൽ ഇല്ലാതെ ഹരിക്കുക. അപ്പൊ 62 എന്ന് കിട്ടും. അതാണ് നമുക്ക് വേണ്ടുന്നത്. 20നകത്ത് എത്ര 3 ഉണ്ട്? 6. അപ്പൊ 6 3 18, ബാക്കി എത്ര? 2. 6 3 18, ബാക്കി 19 20, 2. ആ 2 ഈ 0യോടെ ചേർത്ത് 20 എഴുതുക. 20ൽ എത്ര 3 ഉണ്ട്? 6. ഇനി നിങ്ങൾ നോക്കുക, 60 62 66 ആരോഹണ ക്രമത്തിൽ എഴുതാനാ, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഇത് നിൽക്കുന്നത് പോലും അങ്ങനെ തന്നെയാണ്. 60 62 66 ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഓർഡർ ഇത് തന്നെയാണ്. അതായത് ഇതിനകത്ത് ഏറ്റവും ചെറുത് 60 അല്ലേ, അപ്പൊ അത് ആദ്യം വരും. പിന്നീട് 62 അല്ലേ, അപ്പൊ അത് പിന്നീട് വരും. പിന്നീട് 2/3 66 അല്ലേ, ഇത് തന്നെ ഓർഡർ. അത് തന്നെ ആരോഹണ ക്രമത്തിൽ എഴുതിയിട്ട് അവർ പറയുക ആരോഹണ ക്രമത്തിൽ എഴുതാൻ. അപ്പൊ 3/5, 5/8, 2/3 ഫസ്റ്റ് ഓപ്ഷൻ തന്നെ. ഓക്കെ, 3/5, 5/8, 2/3 ഓപ്ഷൻ എ ഉത്തരം. ആറാമത്തെ ചോദ്യം, ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 36 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര? ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4a ആണ്. സമചതുരത്തിന്റെ ചുറ്റളവ് 4a, അത് 36 ആണെന്ന് തന്നിട്ടുണ്ട്. 4a അതായത് സമചതുരത്തിന്റെ ചുറ്റളവ്. സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഒരു സമചതുരത്തിന്റെ 4 വശവും കൊണ്ടുള്ള സാധനങ്ങൾ കൂട്ടണം. a + a + a + a 4a, അത് 36 ആണ്. അപ്പൊ a എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 36/4 9 എന്ന് വരും. അപ്പൊ സമചതുരത്തിന്റെ വശം 9 ആണെങ്കിൽ പിന്നെ അതിന്റെ പരപ്പളവ് വിസ്തീർണം എന്ന് പറഞ്ഞാൽ a² ആണ്. a × a a². a എന്ന് പറഞ്ഞാൽ 9, 9ന്റെ സ്ക്വയർ 81 എന്ന് കിട്ടി. 81 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഉണ്ട്, ഓപ്ഷൻ എ ആണ് ഉത്തരം.
ഏഴാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. ഓക്കെ, എണ്ണവും 20 കുട്ടികൾ എന്ന് പറയുമ്പോൾ എണ്ണമാണ്, ശരാശരി എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ എണ്ണം ശരാശരി ഇതാ തന്നേക്കുന്നത്. ഇത് തമ്മിൽ ഗുണിക്കപ്പം ടോട്ടൽ കിട്ടും. ഇങ്ങനെ റിസൾട്ട് ഉണ്ട്. എണ്ണം ശരാശരികൾ ഗുണിക്കപ്പം ടോട്ടൽ കിട്ടും. 20 കുട്ടികളുടെ ശരാശരി വയസ്സ്, എണ്ണ 20, ശരാശരി വയസ്സ് 12 ആണ്. ഇത് ഗുണിച്ചാൽ 12 2 24, 240. ഈ 240 ആണ് ഈ 20 കുട്ടികളുടെയും കൂടെ ടോട്ടൽ വയസ്സ്. ടോട്ടൽ ഏജ് 240 ആണ്, 20 പേരുടെ. 20 കുട്ടികളുടെ ടോട്ടൽ ഏജ് 240. ഒരു പുതിയ കുട്ടി കൂടി വന്നപ്പോൾ ശരാശരി 13 ആയി. നിങ്ങൾ നോക്കൂ, ഒരു പുതിയ കുട്ടി കൂടെ വന്നെന്ന് പറഞ്ഞാൽ എണ്ണം 21 ആയി, അപ്പൊ ശരാശരി 13 ആയി. അപ്പൊ ഇത് ഗുണിച്ചാൽ നിങ്ങൾക്ക് അവിടെ ടോട്ടൽ വരും. 21 × 13, 1 3 3 3 2 6, 1 1 1 2 2 3 7 2. അപ്പൊ 273 എന്ന് വരും. 273. ഓക്കെ, 1 3 3 3 2 6, 1 1 1 2 2, 273. അപ്പം 20 കുട്ടികളുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 240 ആയിരുന്നു. ഒരു കുട്ടിയും കൂടെ ചേർത്തപ്പോൾ അത് 273 മാറി ടോട്ടല്. അപ്പൊ ആ അധികം നിൽക്കുന്നത് ആ പുതിയ കുട്ടിയുടെ വയസ്സായിരിക്കത്തില്ലേ. അപ്പൊ 273 240 കളഞ്ഞാൽ നമ്മുടെ ഉത്തരം കിട്ടുന്നതാണ്. അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ഉത്തരം. 7 4 × 3 33. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം. ഒരു വസ്തു 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമായി. എത്ര രൂപയ്ക്ക് വിറ്റാൽ 20% ലാഭം കിട്ടും? ഓക്കെ, ഒരു വസ്തു 480 രൂപയ്ക്ക് വിറ്റു. അത് വിറ്റ വിലയാണ്, സെല് ചെയ്ത പ്രൈസ് ആണ് 480. അപ്പൊ 20% നഷ്ടം വന്നു. അപ്പൊ അവിടെ ലോസ് സംഭവിച്ചിട്ടുണ്ട് 20%. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം എഴുതാം. എന്തുവാ? സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് എഴുതാം. ഓരോ ശതമാനത്തിൽ നിന്ന്, ലോസ് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ആയിക്കോട്ടെ, ഡിസ്കൗണ്ട് ആയിക്കോട്ടെ, ഏതിന്റെ പെർസെൻറ്റേജിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്യുന്ന പ്രൈസിന്റെ പെർസെൻറ്റേജ് എഴുതാം. അപ്പൊ ലോസ് 20% ആണെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ കുറയുവാണല്ലോ. അപ്പൊ 100 ഇത് കുറയ്ക്കുക. അപ്പൊ 100 × 20 കുറച്ച് 80. 80% അവിടെ വിൽപ്പന നടന്നിട്ടുണ്ടാവുക. അപ്പൊ 80% വിൽപ്പന നടന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ 80% നമുക്ക് ഇവിടെ ചിന്തിക്കണ്ട. 80% വിൽപ്പന നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപയ്ക്കാണെന്ന് തന്നിട്ടുണ്ട്? 480 രൂപ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, 80% 480 രൂപ. ഓക്കെ, 80% 480 രൂപയാണ്. ഇനി നമ്മുടെ ചോദ്യം, എത്ര രൂപയ്ക്ക് വിറ്റാൽ 20% ലാഭം കിട്ടും? ലാഭം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. 20% കിട്ടണമെങ്കിൽ വിൽപ്പന നടക്കേണ്ട പ്രൈസിന്റെ പെർസെൻറ്റേജ് പറയാൻ പറ്റും. 20% പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ. അപ്പൊ 100+ എടുക്കുക. 100 + 20 120. ഇത് 100-നോടൊപ്പം അല്ല 20 കൂട്ടി വെച്ചാൽ മതി. അപ്പൊ 120% അവിടെ വിൽപ്പന നടത്തേണ്ട പ്രൈസ്. അപ്പൊ ആ 120% എത്ര നോക്കിയാൽ മതി. 80% 480 ആണ്. 120% എത്ര? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്രോസ് ചെയ്ത് ഗുണിച്ച് ഇയാളെ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ 120 × 480/80. ഓക്കെ, ഈ പൂജയുടെ കട്ട് 8നെ 48നെ കൂടെ കട്ട് ചെയ്യാം. 8നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 48 × 6, 6 12 72. 72 പൂജയോടെ ചേർന്ന് 720. ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ ഉത്തരം. 4.32 + 0.8 + 12.01 - 5.6. നോക്കാം. 4.32 കൂട്ടേണ്ടതെല്ലാം നമുക്ക് ആദ്യം കൂട്ടാം, പിന്നെ ലാസ്റ്റ് കുറയ്ക്കാമേ. 0.8 12 കൂട്ടാനായാലും കുറയ്ക്കാനായാലും ഡെസിമൽ അല്ല ഒരേ ലെവലിൽ നിൽക്കണേ. 0.01. ഇനി ഇത് കൂട്ടാം. വേണമെങ്കിൽ ഈ അവസാന ഭാഗങ്ങളിലൊക്കെ ഒരു 0 ഒക്കെ ഇങ്ങോട്ട് ഇട്ടുകൊടുത്ത് നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് വെപ്പിക്കാം. ചുമ്മാ കണ്ണി കാണുന്നിടത്തെല്ലാം 0 വെച്ചു കൊടുക്കുക. അവസാനം ആദ്യമൊക്കെ 0 വെച്ചു കൊടുക്കുക. ഡെസിമൽ ആണെങ്കിൽ അവസാനമൊക്കെ 0 വെച്ചു കൊടുക്കുക കേട്ടോ. അല്ലാത്തൊരു സംഖ്യ കൊടുക്കരുത്. ഇനി ഇതാ കൂട്ടിയാൽ മതി നോർമലി. അപ്പൊ ഈ ഡെസിമൽ നേരെ ഇവിടെ വന്നിരിക്കും. ഡെസിമൽ ഇട്ട് കഴിഞ്ഞാൽ ഇനി നോർമലി ഡെസിമൽ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങളെ കൂട്ടിക്കോ. ഇതെല്ലാം കൂടെ കൂട്ടപ്പോൾ 1, ഇതെല്ലാം കൂടെ കൂട്ടപ്പോൾ 2, ഇതെല്ലാം കൂടെ കൂട്ടപ്പോൾ 8 3 11 1 ബാക്കി 2. അല്ല സോറി 1. ഓക്കെ, 8 3 11 1 ബാക്കി 1. 4 2 6 1 7 പിന്നെ 1. ഇത്രയും കിട്ടും. 17.121. ഇതിൽ നിന്ന് ഇനി 5.6 മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഇനി മൈനസ് ചെയ്യാനാണ്. ഇവിടെയൊക്കെ 0 വെച്ച് കൊടുക്കാം വേണമെങ്കിൽ, ഇല്ലെങ്കിൽ സാരമൊന്നുമില്ല. ഈ ഡെസിമൽ നേരെ ഇവിടെ വന്നിരിക്കും. 1 ന്ന് 0 പോയ 1, 2 ന്ന് 0 പോയ 2. ഈ 7 എന്ന് പറഞ്ഞാൽ കടമെടുത്ത് ഇവിടെ കൊടുക്കണം. അപ്പോൾ 11 ന്ന് 6 പോയ 5, 5 2 1 ഉള്ളതിൻ്റെ അധികം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കടമെടുത്ത് ഒരെണ്ണം പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 16 ആയി, 6 ആയി. 6 ന്ന് 5 പോയ 1 1. അപ്പോൾ 11.521 ഉണ്ടോ നോക്കാം. 521 ഉണ്ട്.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ അല്ലേ? ഇത്രയുള്ള അതിൻ്റെ കഥ. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. 120 മീറ്റർ നീളമുള്ള ആ ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായി കടക്കാൻ സെക്കൻഡിൽ 20 മീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്ര സമയം എടുക്കും? ട്രെയിനിന്റെ ചോദ്യം കിട്ടിയാൽ ഉടനടി നിങ്ങൾ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം ഇത് 3 എഴുതി ഈക്വൽ സൈൻ ഇട്ട് ചെയ്യാൻ തയ്യാറായിരിക്കണം. എന്നിട്ട് ട്രെയിൻ ആരെയാണ് മറികടക്കുന്നത് എന്ന് ആലോചിക്കണം. ഇവിടെ ട്രെയിൻ മറികടക്കുന്നത് ഒരു പ്ലാറ്റ്ഫോമിനെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം മറികടക്കുകയാണെങ്കിൽ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളവും ആ പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകണമെങ്കിൽ പ്ലാറ്റ്ഫോം, ഒരു പാലം, ഒരു തുരങ്കം ഇതൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂടെ ആഡ് ചെയ്യണം. ഇവിടെ ട്രെയിനിന്റെ നീളം എന്ന് പറഞ്ഞാൽ 120 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം 160 മീറ്റർ ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 280 മീറ്റർ ആണ് സഞ്ചരിക്കേണ്ടി വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്, സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് എപ്പോഴും സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണ് വേണ്ടുന്നത്. ഇനി ചിലപ്പം കിലോമീറ്റർ പെർ അവറിൽ തരാറുണ്ട്, അപ്പോൾ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പം മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. ഇത് ആൾറെഡി മീറ്റർ പെർ സെക്കൻഡിലാണ്, ഇനി ഇതിന് മാറ്റേണ്ട ആവശ്യമില്ല. ഇനി ടൈം, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സഞ്ചരിച്ച എത്ര സമയം വേണമെന്ന ചോദ്യം. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ടൈം കണ്ടെത്താനുള്ള റിസൾട്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ 280, സ്പീഡ് എത്രയാണെന്ന് വെച്ചാൽ 20, 0 കട്ട് 28/2 എത്ര? 14 സെക്കൻഡ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒറ്റേനെ കണ്ടെത്തുക. ചുമ്മാ നോക്ക്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടേ. ഈ 2 4 കൂട്ടി 6, 6 1 കൂട്ടി 7, ഇത്രയും സ്ഥാനം കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 7 കിട്ടും. അതായി ഡിജിറ്റ്. ഇതെടുക്കുക, ഇത്രയൊന്ന് കൂട്ടി നോക്ക്. 5 1 6 1 7, അതാണ് ഈ യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്നത്. ഇത്രയൊന്ന് കൂട്ടി നോക്കിയോ? 4 3 7 2 9 ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇത്രയൊന്ന് കൂട്ടി നോക്ക്. 5 4 9 2 11 ഇവിടെ ഇല്ല. അപ്പോൾ ഒറ്റയാണ് ഓപ്ഷൻ ബി. അപ്പോൾ എക്കും സിക്കും ഡിക്കും ഒരു കോമൺ പ്രത്യേകത ഉണ്ട്. ആദ്യത്തെ 3 ഡിജിറ്റ് കൂട്ടുന്നതാണ് 4ാമത്തെ ഡിജിറ്റ്. ആദ്യത്തെ 3 ഡിജിറ്റ് കൂട്ടിയാൽ 4ാമത്തെ ഡിജിറ്റ് കിട്ടും. ആദ്യത്തെ 3 ഡിജിറ്റ് കൂട്ടിയാൽ 4ാമത്തെ ഡിജിറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബിക്ക് ആ പ്രത്യേകത ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി കറപ്പിക്കാവുന്നതാണ്. 12ാമത്തെ ചോദ്യം. 65 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ രമേശിന്റെ സ്ഥാനം 21 ആണെങ്കിൽ താഴെ നിന്ന് എണ്ണുമ്പോൾ രമേശിന്റെ സ്ഥാനം എത്ര? ഇതാണ് ആ ലിസ്റ്റ് എന്ന് വിചാരിക്കുക. അതിൽ ടോട്ടൽ 65 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, രമേശിന്റെ സ്ഥാനം 21. ഇപ്പൊ രമേശ് ഇതാ നിൽക്കുന്നത് എത്രാമത്? 21ാമത്. നിങ്ങൾക്ക് ടോട്ടൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി രമേശിന് താഴോട്ട് എത്ര പേരുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. രമേശ് ഇങ്ങനെ എണ്ണി രമേശ് 21ാമത് നിൽക്കുക. ഇപ്പൊ രമേശ് വരെ 21 പേരുണ്ട്. ഇപ്പൊ രമേശിന് താഴോട്ട് എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് ഇനി സിമ്പിൾ ആയിട്ട് പറയാം. അതായത് 65 ന്ന് 21 കളഞ്ഞാൽ മതി. 4 4. ഓക്കെ, 44 പേര് യഥാർത്ഥത്തിൽ രമേശിന് താഴുണ്ട്. രമേശ് വരെ 21, രമേശിന് താഴോട്ട് 44. ഇനി താഴെ നിന്ന് എണ്ണുമ്പോൾ രമേശിന്റെ സ്ഥാനം ഈ 44 പേരെ കഴിഞ്ഞിട്ടല്ലേ ഇനി രമേശിനെ എണ്ണാൻ പറ്റൂ. ഈ 44 പേരെ എണ്ണി, രമേശിന് താഴെ നിൽക്കുന്ന 44 പേരെ എണ്ണി കഴിഞ്ഞിട്ട് രമേശിനെ എണ്ണിക്കോ, 45 വരും. അപ്പൊ താഴെ നിന്ന് എണ്ണാൻ നേരത്തെ അപ്പൊ രമേശ് എത്രാമത് വരും? 45ാമത്. ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ എ ആണ് ആൻസർ. 13ാമത്തെ ചോദ്യം. കാപ്രേക്കർ ഓക്കെ, കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്നത് ഇത്. നിങ്ങൾ മനസ്സിലാക്കണം, രാമാനുജൻ സംഖ്യയില്ലേ, അതേപോലെ നിങ്ങൾ കാണാതൊടിച്ചു വെക്കേണ്ട മറ്റൊരു സംഖ്യയാണ് കാപ്രേക്കർ സ്ഥിരസംഖ്യ. അത് ആരാന്ന് വെച്ചാൽ 6174 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് 4 അക്ക സംഖ്യ എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വായി തോന്നുന്ന ഏതെങ്കിലും ഒരു 4 അക്ക സംഖ്യ എടുക്കുന്നു, അതിനെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ അതിനകത്ത് ഡിജിറ്റിനെ എഴുതിയിട്ട് വ്യത്യാസം എടുക്കുക. ആ വ്യത്യാസം എടുത്ത് കിട്ടുന്ന സംഖ്യയുടെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എടുത്ത് വ്യത്യാസം എടുക്കുക. പിന്നെ ആ കിട്ടുന്ന സംഖ്യയും ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതി വ്യത്യാസം എടുക്കുക. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ 7 തവണയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഏത് സംഖ്യ എടുത്താലും ഈ 6174 എത്തപ്പെടും. ഇതിനിടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, ഏത് 4 അക്ക സംഖ്യയിലും ഇത് സാധ്യമാണ്. അപ്പൊ ആ സംഖ്യ വിളിക്കുന്ന പേരാണ് കാപ്രേക്കർ സ്ഥിരസംഖ്യ. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വെക്കോ.
ഞാൻ ഒരു ഇഷ്ടമുള്ള ഒരു നാലക്ക സംഖ്യ എടുക്കുക. 3712. ഇഷ്ടമുള്ള അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്താലൊന്നും കുഴപ്പമില്ല കേട്ടോ. 3333 എടുത്തുകളല്ലേ. ഓക്കെ, കുറച്ച് കഴിയപ്പോൾ ഒരു നാലക്ക സംഖ്യ കിട്ടുന്ന സംഖ്യ തന്നെ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ 3712. ഓക്കെ, 3712. ഇതിനെ നമുക്ക് ആരോഹണ ക്രമത്തിൽ എഴുതാം. അവരോഹണ ക്രമത്തിൽ എഴുതാം. ആദ്യം അവരോഹണ ക്രമത്തിൽ എഴുതാം, വലുതിന്ന് ചെറുതിലോട്ട്. 7 3 2 1. ഇനി ആരോഹണ ക്രമത്തിൽ എഴുതാം. 1 2 3 7. കുറയ്ക്കാൻ കുറച്ച് പാടൊക്കെ കാണും, എന്നാലും കുറയ്ക്കാം. ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക. 7 തവണയ്ക്കുള്ളിൽ നമ്മൾ ഇയാളെ മീറ്റ് ചെയ്യും. ഈ സംഖ്യ വിളിക്കുന്ന പേരാണ്, ഇതിന് ഏത് സംഖ്യയായാലും ശരി അയാളെ വിളിക്കുന്ന പേരാണ് കാപ്രേക്കർ സ്ഥിരസംഖ്യ. നോക്കാം. 7 4 11. ഇവിടുന്ന് ഒരെണ്ണം അങ്ങ് പോയിട്ടുണ്ട്. 8 3 11. ഇവിടുന്ന് ഒരെണ്ണം അങ്ങ് പോയിട്ടുണ്ട്. 2 2 പോയ 0. 7 1 പോയ 6. 7 4 11. 8 4 12. 2 1 3 6 1 7. ഓക്കെ, ഇനി ഇത് അടുത്തതായിട്ട് അവരോഹണ ക്രമത്തിൽ എഴുത്. ആദ്യം അവരോഹണ ക്രമത്തിൽ എഴുതുക. അവരോഹണ ക്രമത്തിൽ എഴുതുന്നതാ വലിയ സംഖ്യ. അവരോഹണ ക്രമത്തിൽ നിന്ന് ആരോഹണ ക്രമം കുറയ്ക്കണം. 8 6 0. സോറി, ഇപ്പൊ തെറ്റിപ്പോയനെ. 4 0. ഇനി തിരിച്ചെഴുത്. 0 4 6 8. കുറച്ചോ? 10 8 പോയ 2. 10 8 പോയ 2. ഓക്കെ, ഇവിടെ 13 ആയിട്ടുണ്ട്. 13 6 പോയ 7. 7 6 13. ഇവിടെ 5 ആയിട്ടുണ്ട്. 5 4 പോയ 1. 5 4 പോയ 1 8. ഓക്കെ, ഇനി നിങ്ങൾ വീണ്ടും ഇതിനെ അവരോഹണ ക്രമത്തിൽ എഴുതുക. അവരോഹണ ക്രമം 8 7 2 1. 1 2 7 8. ഇനി കുറച്ചോ? 8 3 11. 7 4 11. ഇവിടെ പറഞ്ഞ പോയിട്ടുണ്ട്. 6 2 പോയാൽ 6 2 പോയ 4. 8 1 പോയ 7. ഇനി ഇതിനെ അവരോഹണ ക്രമത്തിൽ എഴുത്. അവരോഹണ ക്രമത്തിൽ 7 ആദ്യം. ഇത് അവരോഹണ ക്രമത്തിൽ തന്നെ നിൽക്കുക അല്ലേ. ഇനി തിരിച്ചെഴുത്. 3 4 4 7. 7 6 13. 9 4 13. 9 4 13. 6 3 പോയ 3. ഓക്കെ, ഇനി ഇത് അവരോഹണ ക്രമത്തിൽ എഴുത്. 9 9 6 3. ഇനി തിരിച്ചെഴുത്. 3 6 9 9. 4 9 13. 15 9 തൊട്ടെ. ഇവിടെ ഒരെണ്ണം പോയല്ലോ. ഇവിടെ ഒരെണ്ണം കടമെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് 15 9 പോയാൽ 6 അല്ലേ. 15 9 പോയാൽ 15 9 പോയാൽ 9 6 15. 8 6 പോയ 2. 9 3 പോയാൽ 6. ഓക്കെ, ഇതിനെ ഇനി അവരോഹണ ക്രമത്തിൽ എഴുതി. ഇപ്പൊ തന്നെ 1 2 3 4 5 ആയി. 6 7. ഇനി 2 ചാൻസേ ഉള്ളൂ. അതിനകത്ത് പരിപാടി ഇവിടെ നടന്നിരിക്കണം. ഓക്കെ, ഇനി അടുത്ത 6 6 4 2. ഇനി തിരിച്ചെഴുത്. 2 4 6 6. 6 6 12. ഇവിടെ നിന്ന് പറഞ്ഞാൽ കടമെടുത്ത് പോയി. 13 3 ആയി. 13 6 പോയ 7. 7 6 13. പിന്നെ അടുത്ത ഇതൊരെണ്ണം കടമെടുത്തപ്പുറത്ത് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ 5 4 പോയ 1. 6 2 പോയ 4. ഓക്കെ, ഇനി ഇതിനെ അവരോഹണ ക്രമത്തിൽ എഴുത്. 7 6 4 1. ഇനി തിരിച്ചെഴുതി. ഇതാ ലാസ്റ്റ് ചാൻസ്. ഇവിടെ നടന്നില്ലെങ്കിൽ ഈ കാപ്രേക്കർ സ്ഥിരസംഖ്യ ഇവിടെ തെറ്റി എന്ന് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കും കേട്ടോ. 1 2 3 4 5 6 7. ഓക്കെ, 1 4 6 7. നോക്കിക്കോ. 7 4 11. ഇവിടെ നിന്ന് പറഞ്ഞാൽ കടമെടുത്ത് പോയി. 13 6 പോയ 7. പിന്നെ അടുത്തത് ഇതെന്തോന്നിൻ്റെ പേര്? ഇവിടെ നിന്ന് പറഞ്ഞാൽ കടമെടുത്ത് പോയല്ലോ. അപ്പൊ ഇവിടെ 5 4 പോയ 2. 5 4 പോയ 1 അല്ലേ. സോറി, ഒരെണ്ണം കടമെടുത്ത് പോയി. 5 4 പോയ 1. 7 1 പോയ 6. 6777 ഇതാ കണ്ടെത്തിയിരിക്കുന്നു. എത്രാമതാന്ന് നിങ്ങൾ നോക്ക്. 1 2 3 4 5 6 7 കേട്ടോ. ഇതാണ് കാപ്രേക്കർ സ്ഥിരസംഖ്യ. 14ാമത്തെ ചോദ്യം. 8 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങായിരുന്നു. 8 വർഷത്തിന് ശേഷം അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 2 മടങ്ങായിരിക്കും എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇത് നിങ്ങൾക്ക് എളുപ്പവഴി കൂടെ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. എളുപ്പവഴി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് ഏജ് പ്രോബ്ലം എടുക്കുക. അതിനകത്ത് പാർട്ട് 1 കാണുക. പാർട്ട് 1 കണ്ടാൽ മതി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ, ആ മെത്തേഡ് ഞാൻ അങ്ങ് ഫോളോ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് അച്ഛനുണ്ട്, മകനുണ്ട്. 8 വർഷം മുമ്പ്. അപ്പം 8 വർഷം മുമ്പാകുമ്പം ഒരു 8 വർഷത്തെ കഥ ഇവിടോട്ട് എഴുതുക.
അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. അപ്പൊ മകന് നിങ്ങൾ 1 കൊടുക്കുക. അപ്പൊ അച്ഛൻ എത്ര കൊടുക്കണം? 4 കൊടുക്കണം. മകന്റെ 4 മടങ്ങ് അച്ഛനുണ്ട്. അപ്പൊ അവരുടെ റേഷ്യോ എഴുതുക നമ്മൾ. റേഷ്യോ. ഇനി 8 വർഷത്തിന് ശേഷം, ഇപ്പൊ 8 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പ്രസന്റിൽ നിന്ന് 8 വർഷം കഴിഞ്ഞ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 2 മടങ്ങായിരിക്കും. അപ്പം മകന് നിങ്ങൾ 1 കൊടുക്കുക, അപ്പൊ അച്ഛന് 2 കൊടുക്കുക. ഇത്ര എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഇത് റേഷ്യോ ആണ് കേട്ടോ, ഓരോ കാലഘട്ടത്തിലെ റേഷ്യോ. നമുക്ക് കണ്ടെത്തേണ്ടത് അച്ഛന്റെ പ്രായമാണ്. ഒറ്റ വര വരയ്ക്കുക. മേളിൽ ഒരു 3 നമ്പർ ഉണ്ട്, താഴെ സിമ്പിൾ ആണ്. മേളിൽ ഒരു 3 നമ്പർ മൾട്ടിപ്ലൈൻ ഉണ്ട്. അത് ഏതാകണൊക്കെയാണ് ആ 3 നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് ആരുടെ പ്രായമാണോ കണ്ടെത്തേണ്ടത് അയാളുടെ റേഷ്യോ. അപ്പൊ ഈ 4 നമുക്ക് എടുക്കാം, 2 എടുക്കാം, ഏത് വേണേലും എടുക്കാം. 4 എടുത്താൽ 8 വർഷം മുമ്പുള്ള വയസ്സ് കിട്ടും, 2 എടുത്താൽ 8 വർഷം കഴിഞ്ഞുള്ള വയസ്സ് കിട്ടും. നമുക്ക് തൽക്കാലം 8 വർഷത്തിന് മുമ്പുള്ള വയസ്സ് കണ്ടുപിടിക്കാം. മീൻസ് ഈ 4 എടുക്കാന്നർത്ഥം. ഇൻറ്റു 3 നമ്പരാ ഉള്ള രണ്ടാമത്തെ നമ്പർ എതിർ റേഷ്യോന്റെ ഡിഫറൻസ് ആണ്. അതായത് 2ന്റെ 1ന്റെ ഡിഫറൻസ് എത്ര? 1. ഇൻറ്റു പിന്നെ കാലഘട്ടമാണ്. മൂന്നാമത്തെ നമ്പർ ആരാന്ന് വെച്ചാൽ കാലഘട്ടം. 8 വർഷം മുമ്പുള്ള സ്ഥലത്ത് നിന്ന് 8 വർഷം കഴിഞ്ഞുള്ള സ്ഥലത്ത് എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? 16 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. 8 വർഷം പുറകിലുള്ള സ്ഥലത്ത് നിന്ന് പ്രസന്റിലെത്താൻ തന്നെ 8 വർഷം യാത്ര ചെയ്യണം. പിന്നെ പ്രസന്റിൽ നിന്ന് 8 വർഷം കഴിയുന്ന സ്ഥലത്തോട്ട് എത്താൻ വീണ്ടും ഒരു 8 വർഷം. അങ്ങനെ ടോട്ടലി 16 വർഷം. ഇനി താഴെയുള്ളത് ഈസിയാണ്, ഇത് ക്രോസ് ചെയ്ത് മൈനസ് ചെയ്താൽ മതിയാവും. 4 × 1 4 മൈനസ് 2 × 1 2. അപ്പൊ 4 × 1 × 16 ഡിവൈഡഡ് ബൈ 4 ന്ന് 2 പോയ 2. അപ്പൊ 2ഉം 16 കൂടെ കട്ട് ചെയ്യും. എത്ര ഇട്ട്? 8. 8 4 32 എന്ന് ഉത്തരം വരും. ഈ 32 എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം 8 വർഷം മുമ്പുള്ള വയസ്സാണ്. മനസ്സിലായോ? 8 വർഷം മുമ്പുള്ള പുള്ളിക്കാരന്റെ വയസ്സാണ് ഈ 32. അപ്പൊ ഇപ്പോഴത്തുള്ള വയസ്സെന്ന് പറഞ്ഞാൽ 32 ഓപ്ഷനിലുണ്ട് കറുപ്പിച്ചുള്ളിൽ. ഇപ്പോഴത്തിലുള്ള വയസ്സെന്ന് പറഞ്ഞാൽ ഈ 32നോടൊപ്പം ഒരു 8 കൂടെ കൂട്ടണം, 40 വയസ്സായിരിക്കും. 40 ഓപ്ഷനിലുണ്ടോ നോക്കണം. ഉണ്ട്. ഓപ്ഷൻ സി ഉത്തരം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകത്തെ എളുപ്പ വഴി. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ യഥാർത്ഥ വഴി ഒന്ന് കണ്ടു കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പൊക്കോ. ഓക്കെ, യഥാർത്ഥ വഴി. കാരണം ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവര് പ്ലേലിസ്റ്റിൽ പോയി ഏജന്റ് പാർട്ട് 1 കണ്ടങ്ങ് ശീലിക്കുക, കണ്ടങ്ങ് പഠിച്ചു നോക്കുക, അതാ ബെസ്റ്റ്. ഓക്കെ, ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ ബെസ്റ്റ് അത് തന്നെയാണ്. ഇപ്പൊ ചെയ്യുന്ന സമയം ഇത് കാണുന്ന സമയം പ്ലേലിസ്റ്റിൽ പോയി ആ പാർട്ട് 1 അങ്ങ് കണ്ടോ. ഓക്കെ, ഇനി അല്ല ഇത് കണ്ടേ അടങ്ങുമെങ്കിൽ ഇന്ന കണ്ടോ. എളുപ്പവഴിയാണ്. ഇവിടെ അച്ഛനുണ്ട്, മകനുണ്ട്. 8 വർഷം മുമ്പ്, 8 ഇയർ എഗോ. അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങായിരുന്നു. മകന്റെ പ്രായം ഞാൻ എക്സ് എന്ന് വിളിച്ച്, 8 വർഷം മുമ്പുള്ള മകന്റെ പ്രായം. അപ്പം എക്സ് എന്ന് വിളിച്ചേ, മകന്റെ പ്രായം എക്സ് എന്ന് വിളിച്ച്. അപ്പൊ ഉറപ്പായിട്ടും അച്ഛന്റെ പ്രായം ഇതിന്റെ 4 മടങ്ങാണ്, 4x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്ക്. 8 വർഷം മുമ്പ് അവരുടെ വയസ്സ് ഇതാണെങ്കിൽ പ്രസന്റിൽ അവരുടെ വയസ്സ് എന്തായിരിക്കും? പ്രസന്റിൽ 8 വയസ്സ് കൂടും. ഈ 4x ന്ന് 8 വയസ്സ് കൂടും. 4x + 8. ഈ എക്സിനോടൊപ്പം 8 കൂടും, x + 8. ഓക്കെ, 8 വർഷം കഴിയപ്പോഴോ? പിന്നെ അടുത്ത സെന്റൻസ് 8 വർഷത്തിന് ശേഷമെന്ന്. അതുകൊണ്ട് അത് ചിന്തിച്ചാൽ ചോദ്യം പ്രസന്റിന്റെ കഥ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ എപ്പോഴും പ്രസന്റ് എഴുതിയിട്ടുണ്ടാവണം. ഏത് കാലഘട്ടത്തിൽ നിന്നാലും പ്രസന്റ് വയസ്സ് എഴുതിയിട്ടേ ബാക്കി എന്ത് ചിന്തിക്കാവും. അതായത് 8 വർഷത്തിന് ശേഷം, പിന്നെ ആ കഥയാ പറയുന്നത്. ഓക്കെ, 8 വർഷത്തിന് ശേഷം പ്രസന്റ് വയസ്സിൽ നിന്ന് വീണ്ടും 8 കൂടും. അതായത് ഈ 8ന്റെ കൂടെ വീണ്ടും ഒരു 8 ആഡ് ചെയ്യപ്പെടും. അങ്ങനെ 8 8 16 വരും. ഇവിടെ വീണ്ടും ഒരു 8 കൂടപ്പെടും. അപ്പൊ 8 8 16 അവിടെയും വരും. ഓക്കെ, അതായത് പ്രസന്റിൽ നിന്ന് 8 കൂട്ടി ഇങ്ങോട്ട് വെക്കണം. ഇനി അവർ പറയുന്നത് ഇതാണ്, 8 വർഷത്തിന് ശേഷം അച്ഛന്റെ വയസ്സ് മകന്റെ ഡബിൾ ആവും. അപ്പൊ അച്ഛന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 4x + 16. അതെന്ന് പറയുന്നത് മകന്റെ ഡബിൾ ആവും. ഇതാണ് മകന്റെ വയസ്സ്, അതിന്റെ ഡബിൾ ആവും. ഡബിൾ എന്ന് പറഞ്ഞാൽ ഈ 2 പേരുടെയും ഡബിൾ എടുക്കണം. എക്സിന്റെ ഡബിൾ 2x, 16ന്റെ ഡബിൾ 32. ഈ 2x ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പൊ 4x - 2x എന്ന് വരും. 16 അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പൊ 32 - 16. 4x ന്ന് 2x പോകണം. അപ്പൊ 2x കിട്ടും. 32 ന്ന് 16 പോയാൽ 16. അപ്പൊ എക്സിന്റെ വില 16 ഡിവൈഡഡ് ബൈ 2 8 കിട്ടും. എക്സ് കിട്ടിയ പോരാ, നമുക്ക് അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം വേണം. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം ഇതാ 4x + 8. ഓക്കെ, അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം 4x + 8 ആണ്. 4 × എക്സിന്റെ വില 8 + 8. 4 8 32. 32 + 8 എത്ര കിട്ടുന്നു? 40 കിട്ടുന്നു. ഇതാണ് അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം. ഓപ്ഷൻ സി. 15ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഇത്. ആരം ചാപം ഞാൻ വൃത്തം. തൽക്കാലം നമുക്ക് വൃത്തം വരയ്ക്കാം, കറുപ്പിക്കാം.
ബാക്കിയെല്ലാം വൃത്തത്തിൽ കാണപ്പെടുന്ന സാധനങ്ങളായി ചാപവും ഞാണും. ഒരു വൃത്തം വരച്ച അതിനകത്ത് നമ്മൾ പറയുന്ന സാധനങ്ങൾ ആരം, ചാപം, ഞാൻ. ഇതാ ഞാൻ. അത് വൃത്തം വരച്ചതിന് ശേഷം മാത്രം നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം വൃത്തത്തിലുള്ള ആൾക്കാരാണ് ഇതെന്ന് നമുക്ക് പറയാം. അപ്പം വൃത്തം ഒറ്റയാൻ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയൊന്നും ഒറ്റയാനാവാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് വൃത്തം തന്നെ. വില കണ്ടെത്തുക. 16 + 8 / 4 - 2 × 3 - 1. ബോട്ട്മാസ് റൂൾ ഫോളോ ചെയ്യണം. ബോട്ട്മാസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം കേട്ടോ. ബ്രാക്കറ്റിനകം ആദ്യം ചെയ്ത് ബ്രാക്കറ്റിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയിരിക്കണം. അപ്പം ബ്രാക്കറ്റിനകം ചെയ്താൽ ബ്രാക്കറ്റ് ഇല്ലാതായിപ്പോ മീൻസ് ഈ ഭാഗം ആദ്യം ചെയ്യണം. ബാക്കിയുള്ളതെല്ലാം അതേപടി എഴുത്. 16 + 8 / 4 - 2. 3 ൽ നിന്ന് 1 കുറയ്ക്കുക 2. ഒറ്റ സംഖ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റ് വേണ്ട, ഇൻറ്റു 2. ഓക്കെ, സംഭവം ഇത്രയും പിടി കിട്ടിയേ. ഇനി ബ്രാക്കറ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം. അതും ഇല്ല, ഇതിനകത്ത് ഓഫ് എന്ന് പറയുന്ന സാധനമില്ല. പിന്നുള്ളത് ഡിവിഷനാണ്. ഈ ഡിവിഷൻ നിങ്ങൾ അങ്ങ് ചെയ്യണം. അതുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോണ്ടേ അതുകൂടെ കൂട്ടത്തിൽ ചെയ്യാം കേട്ടോ. ഈ 16 അങ്ങനെ തന്നെ പ്ലസ് 8 / 4 എത്ര? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ 2 മൈനസ് 2 × 2 എത്ര? 4. ഓക്കെ, ഇനി 16 + 2 18. 18 ൽ 4 എത്ര? 14. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ഉത്തരം. ഓക്കെ, 17ാമത്തെ ചോദ്യം. ശരിയായ ക്രമം കണ്ടെത്തുക. 1 വസ്ത്രം, 2 പരുത്തി, 3 നെയ്ത്ത്, 4 നൂല്. എന്തുമായിരിക്കും? ആദ്യം പരുത്തിയിൽ നിന്ന് നമ്മൾ നൂലെടുത്ത് നെയ്ത് വസ്ത്രം നിർമ്മിക്കും. അത്ര തന്നെ. പരുത്തിയിൽ നിന്ന് നമ്മൾ നൂലെടുത്ത് നെയ്ത് വസ്ത്രമാക്കും. അങ്ങനല്ലേ സംഭവം? പരുത്തിയിൽ നിന്ന് നൂലെടുക്കും, എന്നിട്ട് അത് നെയ്യും, നെയ്ത് വസ്ത്രമാക്കും. പരുത്തി, നൂല്. 2 4 3 1. 2 4 3 1. ഓപ്ഷൻ സി ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി. 18ാമത്തെ ചോദ്യം. പക്ഷി, ആകാശം, അങ്ങനെയാണെങ്കിൽ മത്സ്യം. പക്ഷി ആകാശത്ത് കിടന്ന് പറക്കുവാണെങ്കിൽ മത്സ്യം ഇവിടെ കിടന്ന ഓടുന്നത്? വെള്ളത്തിൽ കിടന്നല്ലേ. അപ്പൊ വെള്ളം. അപ്പൊ വെള്ളം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് തപ്പ്. വെള്ളമുണ്ട്. ഓപ്ഷൻ ഡി ഉത്തരം. 19ാമത്തെ ചോദ്യം. ശ്രേണി പൂരിപ്പിക്കുക. 140 68 32 14 ഡാഷ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഈ 140ന്റെ ഒരു പകുതിയോളം വെച്ചാൽ ഇത് കുറയുന്നത്. 150 പകുതി 70, അതിനോടടുത്ത 68ന്റെ പകുതി 64, 68ന്റെ പകുതി 34, അതിനോടടുത്ത. ഓക്കെ സോറി. ഇപ്പൊ 140ന്റെ പകുതി എത്ര നിങ്ങൾ നോക്ക്. 150ന്റെ പകുതി നമുക്ക് എടുക്കാം 70. ആ 70ൽ നിന്ന് 2 കുറച്ചതാ ഈ 68 എന്ന് പറയുന്നത്. ഇനി 68ന്റെ പകുതി നിങ്ങളൊന്ന് നോക്ക്. 68ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 34 ആണ്. 34ൽ നിന്ന് 2 കുറയപ്പം 32. ഓക്കെ, 32ന്റെ പകുതി എടുക്ക്. 32ന്റെ പകുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 16. പക്ഷേ 14 കിടക്കുന്ന മീൻസ് ഇതിൽ നിന്ന് 2 കുറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് 14ന്റെ പകുതി എടുക്ക്. 14ന്റെ പകുതി 7, അതിൽ നിന്ന് 2 കുറയണം. എത്ര കിട്ടും? 5. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സംഭവം മനസ്സിലായോ? 140നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പൊ നമുക്ക് 70 കിട്ടി. അതിൽ നിന്ന് 2 കുറച്ചപ്പോൾ 68. പിന്നെ 68നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 34, പിന്നെ 2 കുറച്ചു 32. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 16 കിട്ടി. 16ൽ നിന്ന് 2 കുറച്ചു 14. 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 7 കിട്ടി. 7ൽ നിന്ന് 2 കുറച്ചു 5 ഉത്തരം. ഓക്കെ, സംഭവം പിടി കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 20ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം? ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം? ഒരു ക്ലോക്കിൽ മൊത്തം 12 സംഖ്യയുണ്ട്. ജസ്റ്റ് അങ്ങ് വെറുതെ പറയുവാണേ. ഒരു ത്രികോണം വരയ്ക്കണമെങ്കിൽ 3 സംഖ്യ വേണം. അപ്പൊ 12നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ നിങ്ങൾക്ക് 4 കിട്ടും. 4 എണ്ണം വരയ്ക്കാം. ഓപ്ഷൻ എ. ജസ്റ്റ് ഞാൻ ഇത് വെറുതെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇങ്ങനൊന്നും അല്ല കഥ. നമ്മൾ വരച്ച് നോക്കുക വേണം. അപ്പൊ ഇതൊരു ക്ലോക്ക് ആണ്. ഇത് 12, ഇത് 6, ഇത് 3, ഇത് 9, ഇവിടെ 10, ഇവിടെ 11, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 7, ഇവിടെ 8. ഇനി സമഭുജ ത്രികോണം വരയ്ക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന്റെ എല്ലാ ആംഗിളും എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം. അപ്പൊ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണമെങ്കിലേ നിങ്ങൾ 12 സംഖ്യ ഉണ്ട്. 12 സംഖ്യയെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ 4 എണ്ണം വെച്ച് 4 എണ്ണം വെച്ചെടുക്കുക. അതായത് 12 1 2 3 4 ഈ 12ഉം 4ഉം തമ്മിൽ ജോയിൻ ആക്കുക. ഇതിനെ ഈ 12ഉം 4ഉം തമ്മിൽ ജോയിൻ ആക്കാൻ നേരത്തെ ഇടയ്ക്ക് 1 2 3 3 സംഖ്യ വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു 3 സംഖ്യ വിട്ടിട്ട് 1 2 3 3 സംഖ്യ വിട്ടിട്ട് 8 ആയിട്ട് ജോയിൻ ആക്കുക.
അപ്പം ഇത്രയും ദൂരം ഈ ദൂരം സെയിം അല്ലേ, കാരണം ഈ ഒരു ഗ്യാപ്പും സെയിമാണ്. പിന്നെ നിങ്ങൾ നോക്ക് 1, 2, 3 മൂന്നെണ്ണം വിട്ടിട്ട് അടുത്ത 12. ഇതാണ് ഒരു സമഭുജ ത്രികോണം. ഇതിനകത്ത് ഒരെണ്ണം വരച്ച് ഇനി നമ്മൾ ജസ്റ്റ് ഈ സാധനം ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ ഈ മൂല ഈ നേരെ 1ന്റെ അടുത്ത് പോയിരിക്കത്തില്ലേ. അപ്പൊ ഈ സാധനം ഇവിടെ ഒന്ന് 5ന്റെ അടുത്തിരിക്കത്തില്ലേ, ഈ സാധനം ഇവിടെ ഒന്ന് 9ന്റെ അടുത്തിരിക്കത്തില്ലേ. അപ്പം അടുത്തൊരു ത്രികോണം കിട്ടിയില്ലേ. ഇത് വീണ്ടും ഇവിടെ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്താൽ അപ്പൊ അടുത്ത ത്രികോണം കിട്ടിയേ, രണ്ടാമത്തെ ത്രികോണം. ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്താൽ ഈ പോയിന്റും പിന്നെ ഈ പോയിന്റും ജോയിൻ ചെയ്തുകൊണ്ട് അടുത്തൊരു ത്രികോണം വരച്ചൂടെ. പിന്നെ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്താൽ ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് അടുത്തൊരു ത്രികോണം വരച്ചൂടെ. അങ്ങനെ ഇത് ഇത്രയും 4 എണ്ണം നമ്മൾ വരച്ചു. ഇതെല്ലാം കൂടെ വരച്ചിട്ട് എണ്ണാൻ നിന്നാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും എണ്ണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിപ്പോയത്. ഇനി നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ ഇനി ഏത് പോയിന്റ് വെച്ചാലും നമ്മൾ ആൾറെഡി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1, 2, 3, 4 ത്രികോണം നമ്മൾ വരച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ഉത്തരം. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. എല്ലാവരും നന്ദി.